ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമയും ചിത്തിരയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നാളെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ വരുമെന്ന് പറയും. ഇത് കേൾക്കുന്ന മല്ലികാമ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയും. നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ അറിയാമോ? ആഹാ, നിങ്ങളാൾ കൊള്ളാമല്ലോ, നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലികാമ പറയുന്നുണ്ട്, അറിയാം മെയിം സാബ് എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നാളത്തെ പരിപാടിയിൽ നിങ്ങളിവിടെ കാണാനായിട്ട് പാടില്ല. നിങ്ങൾ ഒരു ആളുടെയും മുമ്പിലേക്ക് വരാനും പാടില്ല. നിങ്ങളൊരു മുറിക്കകത്ത് കയറി അടച്ചങ്ങിരുന്നോണം എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മല്ലികാമയ്ക്ക് വിഷമാവുന്നുണ്ട്. മല്ലികാമ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ മേഡം ഞാൻ അടച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ചിത്തിരയെ നോക്കാനുള്ള കഴിവ് എനിക്കില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ രായെ വെച്ചതെന്ന് അവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിങ്ങളെ ആരും കാണണ്ട എന്ന് പറയാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, അതിന് തങ്കമ്മ ചേച്ചിയും കൂടെ നിന്നെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കാനാണെന്ന് ചോദിക്കും. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് ക്യാപ്റ്റൻ പറയുന്നു. പിന്നീട് ചിത്തിര ശങ്കർദാസിനോട് പറയാട്ടോ ചെയ്യുന്നത്, അച്ചമ്മയോട് നാളത്തെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ നിൽക്കേണ്ടെന്നാണ് പറഞ്ഞത്, ഒന്ന് സംസാരിക്കുമോ ക്യാപ്റ്റനോടൊന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ശങ്കു പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ ചിത്തിരയോട് പറയുന്നു, വിഷമിക്കേണ്ട, അവർ പറഞ്ഞതുപോലെ ഞാനൊരു മുറിയിലിരിക്കട്ടെ, അവർ പറഞ്ഞ ഒരു കണക്കിന് ശരിയാണ്, എന്നെ ആൾക്കാരൊന്നും അറിയണ്ട, ചിലപ്പോൾ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിലോ പിന്നീട് അത് പ്രശ്നമാവില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മ അടച്ചൊരു മുറിക്കകത്ത് ഇരിക്കുന്നു. പിന്നീട് ഫംഗ്ഷൻ്റെ സമയത്ത് ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് വരുന്നു. ശങ്കർദാസും ക്യാപ്റ്റനും കൂടെ നല്ല അണിഞ്ഞൊരുങ്ങി അവരെ സ്വീകരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഫംഗ്ഷനിൽ വെച്ച് ക്യാപ്റ്റൻ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്, ഞങ്ങളുടെ മകളാണ് ചിത്തിര എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത്. ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവരോടും അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ക്യാപ്റ്റൻ അത് അനൗൺസ് ചെയ്യാണ് ചെയ്യുന്നത്. ചിത്തിരയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജനയുടെ മകളാണ് ചിത്തിരയെന്ന് അഞ്ജനയ്ക്കും അറിയാം, അത് ചിത്തിരയെ അറിയാവുന്നവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അഞ്ജനയുടെ മകളായിട്ട് അറിയപ്പെടാൻ തന്നെയാണ് ചിത്തിര ആഗ്രഹിക്കുന്നത്, മല്ലികാമ്മയുടെ കൊച്ചുമകളായിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ്റെ മകളാണ് എന്നൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ പറയുന്നതൊന്നും ചിത്തിരയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഫംഗ്ഷനൊക്കെ അങ്ങനെ തകൃതിമയായിട്ട് നടക്കുന്നു. അച്ചമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൊച്ചുമകളുടെ ആയ ചിത്തിരയുടെ മുഖത്ത് ആ സങ്കടം നിറഞ്ഞു നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അച്ചമ്മ എന്തിനോ ഇവർ പൂട്ടിയിട്ടിരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നീടാണ് മല്ലികാമ്മ ഇരിക്കുന്ന മുറിയിൽ വാതിൽക്ക് വന്ന് ഒരാൾ തട്ട് കേട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ഡോറ് ഇങ്ങനെ തട്ടുന്നത് കേട്ടോ. പെട്ടെന്ന് മല്ലികാമ്മ അത് കേൾക്കുന്നു. ഇതെന്തിനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ഈ ഡോറ് തട്ടുന്നതെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലികാമ്മ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണല്ലോ ആ റൂമിനകത്ത്, ആരായിരിക്കുമെന്നും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അയാൾ നിർത്താതെ ഡോറിലിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മല്ലികാമ്മ ഡോറ് തുറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഡോറ് തുറക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നതായിട്ടാട്ടോ കാണുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഒരു സസ്പെൻസ് തന്നെയാണ്. ഒന്നുകിൽ അത് മല്ലികാമ്മയെ അപായപ്പെടുത്താനായിട്ട് വന്നതാണ് ആരെങ്കിലും ആയിരിക്കാം എന്നുള്ളതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മല്ലികാമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തുറന്നു വിടാനോ എന്തെങ്കിലും ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും മല്ലികാമ്മ തുറക്കുന്നു, അയാളെ കാണുന്നു. പിന്നീട് നടക്കുന്ന എന്താണെന്നൊന്നും കാണിക്കുന്നില്ല. പിന്നീട് ഒരു വൻ ഒച്ചപ്പാട് കാണുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റൻ ഓടിപ്പടച്ച് അങ്ങോട്ടേക്ക് കയറി വരിക കേട്ടോ ചെയ്യുന്നത്. ഞെട്ടിത്തരിച്ചാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ അന്തം വിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. പിന്നീട് ചിത്തിരയും ആ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പം ചിത്തിരയും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും അവിടെ ഒന്നുകിൽ മല്ലികാമ്മയെ ഉപദ്രവിക്കാൻ ആരെങ്കിലും വന്ന സമയത്ത് മല്ലികാമ്മ എടുത്തിട്ട് പെരുമാറി കാണും, ഇല്ലെങ്കിൽ തിരിച്ചും സംഭവിച്ചിട്ടുണ്ടാക്കാം. മല്ലികാമ്മയെ അറിയാവുന്ന ആരോ ആണ് വന്നിരിക്കുന്നതെന്നും മല്ലികാമ്മയെ കണ്ടെത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. ക്യാപ്റ്റൻ്റെ വീട്ടിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്തായാലും ഒരു സസ്പെൻസ് പോലെ തന്നെ ഒരു സംഭവം നടക്കുന്നുണ്ട്.